Hi students. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ നെയിം ആണ് മെൻസുറേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പെരിമീറ്റർ, എന്താണ് ഏരിയ, നമ്മൾ ഓരോ ഷേപ്സിന്റെ പെരിമീറ്ററും ഏരിയയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ. When we talk about some plane figures as shown below, ഇങ്ങനത്തെ ഇതൊക്കെ നമുക്കറിയാം അല്ലെ, ഓരോ ഫിഗേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ we think of their regions and their boundaries. എന്താ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിഗർ, അപ്പൊ ഈ ഒരു ഫിഗറിന്റെ നമ്മൾ ഈ ഒരു ബോർഡർ തന്നെയാണ് നമ്മൾ ബൗണ്ടറീസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള സ്പേസും ഉണ്ടാവും, അതുപോലെ അതിന്റെ ബൗണ്ടറീസും ഉണ്ടാവും അല്ലെ. We need some measures to compare them. അപ്പൊ നമുക്ക് ഈ ഷേപ്സ് ഒക്കെ കമ്പയർ ചെയ്യാൻ നമുക്ക് മെഷേഴ്സ് വേണം. We look into these now. അപ്പൊ നമ്മൾ ഈ ഷേപ്സ് ഒക്കെ നോക്കാം. ഈ ഒരു ഷേപ്പ് നോക്കാം, ഇത് ഇങ്ങനെയുള്ള ഷേപ്പാണ് അല്ലെ. അതുപോലെ ഈ ഒരു ഷേപ്പ്, ഇത് ഒരു ട്രയാങ്കിൾ പോലെയാണ് അല്ലെ, ട്രയാങ്കിൾ ABC പോലെ. അതുപോലെ ഇതെന്താണ് ABCD എന്ന് പറഞ്ഞൊരു ഫിഗർ. അപ്പൊ ഈ ഫിഗേഴ്സിനൊക്കെ നമുക്ക് കമ്പയർ ചെയ്യണം, ഏതിനാണ് കൂടുതൽ റീജിയൻ, അതുപോലെ ഏതിനാണ് കൂടുതൽ സ്പേസ് എന്നുള്ളതൊക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ പെരിമീറ്ററും ഏരിയയും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പെരിമീറ്റർ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പെരിമീറ്ററും ഏരിയയുമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാല് ലുക്ക് അറ്റ് ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഈ ഫിഗേഴ്സ് ഒക്കെ നോക്കാം. അപ്പൊ ഈ ഒരു ഫിഗർ എന്താ? നമ്മുടെ ട്രയാങ്കിൾ ആണ് അല്ലെ. അതുപോലെ ഈ ഒരു ഫിഗർ നോക്കുക, ഇതൊരു പ്ലസ് സൈൻ ആണ് അല്ലെ. ദെൻ ഈ ഒരു ഫിഗർ നോക്കുക, ഇതൊരു പാരലലോഗ്രാം പോലെ, പാരലലോഗ്രാം ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഫിഗേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പെരിമീറ്റേഴ്സ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൽ എസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പ്ലസ് സൈന് നോക്കുക, ഇവിടെയും നമ്മൾ എസ് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ ഈ ഒരു പാരലലോഗ്രാം നോക്കുക, അവിടെയും നമ്മൾ എസ് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതെന്താ? വി ക്യാൻ മേക്ക് ദം വിത്ത് എ വയർ ഓർ എ സ്ട്രിങ്. നമുക്ക് ഒരു വയർ എടുത്തിട്ട് എന്താണ് അങ്ങനത്തെ ഫിഗേഴ്സ് ഉണ്ടാക്കി നോക്കാം. വയറോ സ്ട്രിങ്ങോ നമുക്ക് വലിച്ചിട്ട് അങ്ങനത്തെ ഫിഗേഴ്സ് ഉണ്ടാക്കാം. ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ് എസ് ഇൻ ഈച്ച് കേസ്, നമ്മൾ ഓരോ കേസിലും എസ് വെച്ചിട്ടാണ്. എസ് നമ്മൾ കണ്ടോ, ഈ ഒരു ഫിഗറിൽ എസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വയറോ സ്ട്രിങ്ങോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ, അത് വലിച്ചിട്ട് ഈ ഒരു ഫിഗർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ എസ് എന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം S in each case and move along the line segment, then you again reach the point S. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ സ്ട്രിങ്ങോ ആ വയറോ വലിച്ചിട്ട് എസ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. കണ്ടോ, നമ്മൾ ഈ ഒരു ഫിഗർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ആ ഒരു വയർ ഇങ്ങനെ ആക്കിയിട്ട് അത് ഇവിടുന്ന് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഈ ഒരു പാരലലോഗ്രാം ആണെങ്കിൽ എസ് എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ആ വയർ കൊണ്ടുപോയാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് എസ് എന്ന് തന്നെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അത് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫിഗർ ഉണ്ടാക്കുന്നത്. അപ്പൊ യു ഹാവ് മെയ്ഡ് എ കംപ്ലീറ്റ് റൗണ്ട് ഓഫ് ദ ഷേപ്പ്. അപ്പൊ നമ്മൾ ആ ഒരു ഷേപ്പിന്റെ കംപ്ലീറ്റ് റൗണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഉണ്ടാക്കി. ഇൻ ഈച്ച് കേസ് A, B, and C, നമ്മളെ ട്രയാങ്കിളിലും നമ്മളെ ഒരു പ്ലസ് സൈനിലും പാരലലോഗ്രാമിലൊക്കെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ഷേപ്പ് ഉണ്ടാക്കി. നമ്മളെ വയർ കൊണ്ടോ സ്ട്രിങ് കൊണ്ടോ നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയത്. എസ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ഷേപ്പ് എസ്സിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ദ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ വയർ യൂസ്ഡ് ടു ഡ്രോ ദ ഫിഗർ. അപ്പൊ നമ്മൾ ആ ഒരു ഫിഗർ ഉണ്ടാക്കിയപ്പം അതിന്റെ ഡിസ്റ്റൻസ് കവേർഡ് എന്തിന് ഈക്വൽ ആണ്? ആ ഒരു വയറിന്റെ ലെങ്ത്തിന് ഈക്വൽ അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്ലസ് സൈൻ ഉണ്ടാക്കി. അപ്പൊ ആ ഒരു വയർ നമ്മൾ എസ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫിഗർ പോലെ ആക്കിയിട്ട് എസ്സിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തു, ഒരു പ്ലസ് സൈന്. അപ്പൊ ഈ ഒരു വയറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കൂലേ വയറിന്റെ ലെങ്ത്. എസ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു വയറിനെ ഇങ്ങനെ ആക്കിയിട്ട് എസ് തന്നെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഈ ഒരു വയറിന്റെ ലെങ്ത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ വയർ ഈസ് യൂസ്ഡ് ടു ഡ്രോ ദ ഫിഗർ. ഓക്കെ, അപ്പൊ ഒരു ഫിഗർ ഡ്രോ ചെയ്യാൻ അതിന്റെ ലെങ്ത്, വയറിന്റെ ലെങ്ത് ആണ് എന്തിന് ഈക്വൽ? അതിന്റെ ഡിസ്റ്റൻസ് കവേർഡിന് ഈക്വൽ. അപ്പൊ നമ്മളെടുത്ത് വയർ, നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ വെച്ചിട്ട് ഫിഗേഴ്സ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു പോയിന്റ്, ഒരു സെർട്ടൈൻ പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് വലിച്ചു, ഇങ്ങോട്ട് വലിച്ചു, ഈ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് ഉണ്ടാക്കി. ഓക്കെ, ഒരു സ്ട്രിങ് കൊണ്ടോ വയർ കൊണ്ടോ. അപ്പൊ ആ ഒരു നമ്മള് വയറിന്റെ ആ ഒരു
ലെങ്ത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിന്റെ ഡിസ്റ്റൻസ് കവേർഡിന് ഈക്വൽ ആയിരിക്കൂലേ? ദാറ്റ് മീൻസ് നമ്മൾ ഉണ്ടാക്കിയ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ലെങ്ത് ഓഫ് ദ വയർ, നമ്മൾ ആ ഒരു വയറിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ദ പെരിമീറ്റർ. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഷേപ്പിന്റെ, ആ ഒരു ഇപ്പോൾ ഒരു വയറാണ് എടുക്കുന്നതെങ്കിൽ ആ വയർ കൊണ്ട് നമ്മൾ ആ വയറിന്റെ ലെങ്ത് അല്ലെ, ആ വയറിന്റെ ലെങ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കുക. അപ്പൊ ആ ഒരു ലെങ്ത്, ആ ഒരു വയറിന്റെ ലെങ്ത്തിന് അഥവാ ഡിസ്റ്റൻസ് കവേർഡിന് എന്ത് പറയും? പെരിമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, പെരിമീറ്റർ ഓഫ് ദ ക്ലോസ്ഡ് ഫിഗർ. ഇപ്പം നമ്മൾ ട്രയാങ്കിൾ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു വയർ, നമ്മൾ യൂസ് ചെയ്യുന്ന വയറിന്റെ ലെങ്ത് ആണ് എന്ത്? പെരിമീറ്റർ ഓഫ് ദിസ് ക്ലോസ്ഡ് ഫിഗർ. ഓക്കെ, ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ വയർ നീഡഡ് ടു ഫോം ദ ഫിഗേഴ്സ്. അപ്പൊ ഫിഗറിന്റെ ലെങ്ത്, നമ്മൾ ആ ഒരു വയർ, ആ വയറിന്റെ ലെങ്ത്, ആ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയ വയറിന്റെ ലെങ്ത് ആണ് നമ്മളെ പെരിമീറ്റർ. ഓക്കെ, ദ ഐഡിയ ഓഫ് പെരിമീറ്റർ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്താണ് പെരിമീറ്റർ എന്നുള്ളൊരു ഐഡിയ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? എ ഫാമർ ഹു വാണ്ട്സ് ടു ഫെൻസ് ഹിസ് ഫീൽഡ്. ഇപ്പൊ ഒരു ഫാമർ ഉണ്ട്, ആ ഫാമറിന്റെ ഫീൽഡ് ആണ് ഇത്. അപ്പൊ ആ ഫീൽഡ് എന്താണ്? ഫെൻസ് ചെയ്യണം, ഒന്നായിട്ട് ബോർഡർ പോലെ എന്താണ് ആ ഒരു ഫാമറിന് കെട്ടണം, ആ ഒരു ഫീൽഡിന്റെ പ്ലേസ് മാത്രം. അപ്പൊ എന്താണ് ആ ഒരു പെരിമീറ്റർ അല്ലേ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? ആ ഫാമറിനെ ഫീൽഡ് ഫെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എന്താണ് ഒരു വയറോ റോപ്പോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഫീൽഡ് എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പെരിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ an engineer who plans to build a compound wall on all sides of a house. അപ്പൊ ഒരു ഹൗസിന്റെ എല്ലാ സൈഡ്സിലും എന്താണ് എഞ്ചിനീയർ എന്താണ് ഒരു കോമ്പൗണ്ട് വോൾ ഉണ്ടാക്കണം. ഇപ്പൊ ഇതൊരു ഹൗസ് ആണെങ്കിൽ അതിന് ചുറ്റും ഒരു വോൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പെരിമീറ്റർ ആണ്. ഓക്കെ, then a person preparing a track to conduct sports. All these people use the idea of perimeter. അതുപോലെ സ്പോർട്സിൽ ട്രാക്ക്, അതൊക്കെ നമ്മൾ എന്താണ് പെരിമീറ്റർ, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഐഡിയ എന്താ? പെരിമീറ്റർ ആണ്. ക്ലിയർ ആണ്? അപ്പൊ ഒരു ഷേപ്പ് തന്നാൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡ്സും, ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വയർ നമുക്ക് പറയാം, അല്ലെങ്കിൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. നമ്മൾ മാത്സ് ആണല്ലേ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ പെരിമീറ്റർ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, perimeter is the distance covered along the boundary forming a closed figure when you go around the figure once. That means നമുക്കിപ്പോ ഒരു ഫിഗർ തന്നു. അപ്പൊ ഏത് ഫിഗർ ആയാലും സപ്പോസ് ഇറ്റ് ഈസ് എ സ്ക്വയർ, അതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് കവേർഡ് അലോങ് ദ ബൗണ്ടറി ഫോമിങ് എ ക്ലോസ്ഡ് ഫിഗർ. ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അപ്പൊ ഇതിന്റെ ബൗണ്ടറി, ഓക്കെ, ഇതിന്റെ ബൗണ്ടറി when you go round the figure once. അപ്പൊ ആ ഒരു ഫിഗറിന്റെ ബൗണ്ടറി അത് കവർ ചെയ്യുന്നത്, അതിന്റെ ഡിസ്റ്റൻസ് കവേർഡ് അലോങ് ദ ബൗണ്ടറിന്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? പെരിമീറ്റർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇതാ ഫസ്റ്റ് തന്ന ഫിഗർ ഏതാ? നമുക്കൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലെ തന്നത്, ABCD എന്ന് പറഞ്ഞൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പെരിമീറ്റർ കാണണം. ദെൻ സെക്കൻഡ് ഫിഗർ എന്താ തന്നത്? നമുക്കൊരു സ്ക്വയർ ആണ് അല്ലെ തന്നത്, ABCD സ്ക്വയർ. അപ്പൊ അതിന്റെയും പെരിമീറ്റർ കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പെരിമീറ്റർ കാണാൻ പറ്റും? നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പഠിച്ചു, ആ ഒരു ഡിസ്റ്റൻസ്, അതിന്റെ ബൗണ്ടറിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലെ പെരിമീറ്റർ. അപ്പൊ നമുക്ക് എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ പോരെ. ഇപ്പൊ സപ്പോസ് നമ്മളൊരു വയർ എടുത്തു, എന്നിട്ട് ഏന്ന് നമ്മൾ ഇങ്ങനെ വലിച്ചു നീട്ടി, ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി ഇങ്ങനെ തന്നെ നമ്മൾ എൻഡ് ചെയ്തു. അപ്പൊ ആ ഒരു വയറിന്റെ ലെങ്ത് ആയിരിക്കൂലേ നമ്മളെ പെരിമീറ്റർ? യെസ്. അപ്പൊ സപ്പോസ് ഇതാണ് നമ്മളെ വയർ എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ലെങ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ പോരെ? യെസ്. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. എല്ലാ സൈഡ്സും ആഡ് ചെയ്യുമ്പോൾ ഏത് ഫിഗർ ആയാലും എല്ലാ സൈഡ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടാലോ?
ഓക്കെ, അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് വരും? എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. അപ്പൊ നമ്മളത് റെക്ടാങ്കിൾ ആണ്. അപ്പൊ നമ്മളെ റെക്ടാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഫസ്റ്റ് എ ബി പ്ലസ് സെക്കൻഡ് സൈഡ് ബി സി പ്ലസ് ദെൻ നെക്സ്റ്റ് സൈഡ് സി ഡി പ്ലസ് ദെൻ നെക്സ്റ്റ് സൈഡ് എ ഡി. ഓക്കെ, അപ്പൊ നമ്മളെ 4 സൈഡ്സ് നമ്മളെ റെക്ടാങ്കിളിന്റെ 4 സൈഡ്സും നമ്മൾ ആഡ് ചെയ്തു. സോ വാട്ട് ഈസ് എ ബി? എ ബി എത്ര? എ ബിയുടെ ലെങ്ത് എന്താ നമുക്ക് തന്നെ? 40 സെന്റിമീറ്റർ. അപ്പൊ 40 പ്ലസ് ബി സി എന്താ? 10 സെന്റിമീറ്റർ ആണ് അല്ലെ. സോ 10 പ്ലസ് സി ഡി എന്താ? സി ഡി 40 സെന്റിമീറ്റർ ആണ് പ്ലസ് എ ഡി. എ ഡി എന്താ? 10. നമുക്കറിയാം ഒരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളില് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എ ബിയും സി ഡിയും എന്താണ്? 40 സെന്റിമീറ്റർ ആണ് അല്ലെ. അതുപോലെ നമ്മളെ ബി സിയും എ ഡിയും 10 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം റെക്ടാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ? പെരിമീറ്റർ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. സോ 40 പ്ലസ് 10 പ്ലസ് 40 പ്ലസ് 10. അപ്പൊ നമ്മൾ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 പ്ലസ് 10 50. ഇവിടെയും 40 പ്ലസ് 10 50 എന്ന് വരും അല്ലെ. അപ്പൊ 50 പ്ലസ് 50 വിച്ച് ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ ഈ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 40 പ്ലസ് 10 പ്ലസ് 40 പ്ലസ് 10. ഓക്കെ, ദെൻ ഇനി നമുക്ക് നമ്മളെ സെക്കൻഡ് ഫിഗറിലോട്ട് പോവാം. നമ്മളെ സെക്കൻഡ് ഫിഗർ എന്താ? സ്ക്വയർ ആണ് അല്ലെ. സ്ക്വയറിൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. റെക്ടാങ്കിളില് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ. നമ്മളെ സ്ക്വയറിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ബട്ട് നമുക്ക് എന്താണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? പെരിമീറ്റർ. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് വരും? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാ. സോ എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് എ ഡി. അപ്പൊ എല്ലാ സൈഡ്സും ആഡ് ചെയ്തു. ഇനി എല്ലാ സൈഡ്സും എന്താണ്? 5 സെന്റിമീറ്റർ അല്ലേ. കാരണം ദിസ് ഈസ് എ സ്ക്വയർ. സ്ക്വയറിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ പെരിമീറ്റർ എന്താ? 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5. Okay, so what is 5 plus 5? It is 10 plus 5 plus 5, 10, which is equal to 20 centimeter. അപ്പൊ നമ്മളെ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാ? 20 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ പെരിമീറ്റർ എങ്ങനെ ഫൈൻഡ് ചെയ്യും? എല്ലാ സൈഡ്സും നമ്മൾ എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ. അപ്പൊ നമ്മളെ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് 100 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതുപോലെ നമ്മളെ സ്ക്വയറിന്റെ പെരിമീറ്റർ നമുക്ക് 20 സെന്റിമീറ്റർ എന്നും കിട്ടി. ഓക്കെ, ദെൻ വാട്ട്സ് ദ നെക്സ്റ്റ് വൺ? നെക്സ്റ്റ് നമുക്കൊരു പ്ലസ് സൈൻ ആണ് അല്ലെ, പ്ലസ് ഫിഗർ ആണ് തന്നത്. നമുക്കൊരു ഒരു പ്ലസ് പോലെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ സൈഡ്സിന്റെ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ദ പെരിമീറ്റർ. അപ്പൊ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ ഒന്നും നോക്കണ്ട, നമ്മൾ എന്താ ചെയ്യാ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് വേറൊരു ഫിഗറും തന്നിട്ടുണ്ട്. ഈ ഫിഗറിന്റെയും പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനാണ്. ഇവിടെയും നമുക്ക് എല്ലാ ലെങ്ത്തും തന്നിട്ടുണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ദ പെരിമീറ്റർ. ദാറ്റ് മീൻസ് വി വാണ്ട് ടു ആഡ് ഓൾ സൈഡ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മളെ ഈ ഒരു പ്ലസ് സൈന്റെ പെരിമീറ്റർ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് വരും? എ ബി പ്ലസ് എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. എ ബി പറഞ്ഞൊരു സൈഡ് ഉണ്ട്. ദെൻ ബി സി പ്ലസ് ദെൻ സി ഡി പ്ലസ് ദെൻ നെക്സ്റ്റ് ഡിഇ പ്ലസ് ദെൻ ഇ എഫ് പ്ലസ് ഇ എഫ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഇ എഫ് കഴിഞ്ഞിട്ട് എന്താ? എഫ് ജി. അപ്പം എഫ് ജി പ്ലസ് എഫ് ജി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സൈഡ് എച്ച് ജി പ്ലസ് ദെൻ എച്ച് ഐ പ്ലസ് ദെൻ നെക്സ്റ്റ് സൈഡ് ഐ ജെ. അപ്പം ഐ ജെ പ്ലസ് ഐ ജെ കഴിഞ്ഞിട്ട് ജെ കെ പ്ലസ് ജെ കെ കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഏതാ? കെ എൽ.
അപ്പൊ KL പ്ലസ് KL കഴിഞ്ഞിട്ട് LA. അപ്പൊ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, A തന്നെ നമ്മൾ എൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് AB എത്രയാ? AB 1 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പം നമ്മൾ ഓരോ സൈഡ്സും ആഡ് ചെയ്യാം. 1 പ്ലസ് BC എത്രയാ? BC 3 സെന്റിമീറ്റർ പ്ലസ് ദെൻ CD 3 സെന്റിമീറ്റർ പ്ലസ് DE എത്രയാ? 1 സെന്റിമീറ്റർ പ്ലസ് EF എത്രയാ? 3 സെന്റിമീറ്റർ പ്ലസ് ദെൻ FG എത്രയാ? 3 സെന്റിമീറ്റർ പ്ലസ് FG കഴിഞ്ഞിട്ട് നമുക്ക് ഏതാ? GH എത്രയാ? 1 സെന്റിമീറ്റർ പ്ലസ് ദെൻ HI എത്രയാ? 3 സെന്റിമീറ്റർ പ്ലസ് ദെൻ IJ എത്രയാ നമുക്ക്? 3 സെന്റിമീറ്റർ പ്ലസ് ദെൻ നെക്സ്റ്റ് സൈഡ് 1 സെന്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് സൈഡ് എത്രയാ? 3 സെന്റിമീറ്റർ അഗെയിൻ 3. അപ്പൊ നമ്മള് LA ആണ് ലാസ്റ്റത്തെ സൈഡ്, അത് 3 സെന്റിമീറ്റർ. ഇത് നമ്മളൊക്കെ കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യണം. സോ 1 പ്ലസ് 3 എന്താ? 4 പ്ലസ് ഇവിടെയും 1 പ്ലസ് 3 4 പ്ലസ് ഇവിടെ 3 പ്ലസ് 3 എന്ത് വരും? 6. 6ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 7 പ്ലസ് ഇവിടെയും 3 പ്ലസ് 3 6. 6ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 7 പ്ലസ് ഇവിടെ എന്താണ്? 3 പ്ലസ് 3 6. അപ്പൊ നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യാ? 4 പ്ലസ് 4 എന്താ? 8 പ്ലസ് 7 പ്ലസ് 7 എന്താ? 14 പ്ലസ് 6 എന്ന് വരും. ഓക്കെ, അപ്പൊ 14ലോട്ട് 8 ആഡ് ചെയ്യുമ്പം 15 16 17 18 19 20 21 22 എന്ന് വരും. അപ്പൊ 22 പ്ലസ് 6 22ലോട്ട് 6 ആഡ് ചെയ്യുമ്പോ എന്ത് വരും? 28 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ പെരിമീറ്റർ 28 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്സ് ഒന്നും നോക്കണ്ട, നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് 28 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ ഫിഗർ തന്നു. ഇത് നമ്മളോട് പെട്ടെന്ന് ഇതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. സോ 1 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് അങ്ങനെ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടൂലെ 3. ഇവിടെ ഇത് എന്താണ്? 7 കിട്ടി. ഇവിടെയും 7 കിട്ടി. ഇവിടെയും 7 കിട്ടും. ഇവിടെയും 7 കിട്ടും. ഓക്കെ, അപ്പം 4 7 എന്താ? 7 into 4 28. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുന്നതിനെയാണ് പെരിമീറ്റർ എന്ന് പറയാം. ഇനി നമ്മളെ സെക്കൻഡ് ഫിഗറിൽ നമുക്ക് പെരിമീറ്റർ ഫൈൻഡ് ചെയ്താലോ? യെസ്, അപ്പൊ നമ്മളെ സെക്കൻഡ് ഫിഗർ നോക്കാം. അതിൽ നമ്മൾ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു what? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. സോ AB പ്ലസ് BC പ്ലസ് CD പ്ലസ് ദെൻ DE പ്ലസ് EF പ്ലസ് EF കഴിഞ്ഞിട്ട് FA. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് A എന്നാണ്, എൻഡ് ചെയ്യുന്നതും എന്തായിരിക്കും? Aയിലായിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ നമ്മളെ ഫിഗർ ഒരു ക്ലോസ്ഡ് ഫിഗർ ആവുക. യെസ്, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസിൽ തന്നെ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ അത് ക്ലോസ്ഡ് ഫിഗർ ആവും. ഓക്കെ, അപ്പൊ AB പ്ലസ് BC പ്ലസ് CD പ്ലസ് GE പ്ലസ് EF പ്ലസ് FA എന്ന് കിട്ടി. ഇനി എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. വാട്ട് ഈസ് AB? 100 സെന്റിമീറ്റർ പ്ലസ് വാട്ട് ഈസ് BC? 120 സെന്റിമീറ്റർ അല്ലേ, നമുക്ക് മീറ്റർ ആണ് തന്നെ. ഓക്കെ, ദെൻ BC എത്രയാ? 120 മീറ്റർ പ്ലസ് ദെൻ വാട്ട് അബൌട്ട് DC? DC എത്രയാ? അഥവാ CD. DCയും CDയും സെയിം ആണ്. ഓക്കെ, 90 മീറ്റർ പ്ലസ് DE എന്ത് കിട്ടി? 45 മീറ്റർ പ്ലസ് EF എന്താ? നമ്മളെ EF 60 മീറ്റർ ആണ് അല്ലെ, 60 മീറ്റർ പ്ലസ് ഇനി അടുത്തത് FA എന്ത് വരും? നമ്മളെ FA 80 മീറ്റർ ആണ് അല്ലെ, അപ്പം 80 മീറ്റർ. അപ്പൊ എല്ലാ സൈഡ്സും നമ്മൾ ആഡ് ചെയ്തു. ഇനി എല്ലാ സൈഡ്സും നമ്മൾ എഴുതി. ഇനി നമുക്ക് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇനി ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് വരും? 100 പ്ലസ് 120 പ്ലസ് 90 പ്ലസ് 45 പ്ലസ് 60 പ്ലസ്
18 ആണ്. അപ്പൊ 100 പ്ലസ് 120 എത്ര വരും? 100 പ്ലസ് 100 200 ആണ്. അതിലോട്ട് 20യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 220 പ്ലസ്. ഇനി 90 പ്ലസ് 45 എന്ത് വരും? 90 പ്ലസ് 45 5 13. അപ്പൊ 135 എന്ന് വരും. പ്ലസ് ഇനി എന്ത്? 60 പ്ലസ് 80 എന്ത് വരും? 140 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ചെയ്തു? ആഡ് ചെയ്ത്. ഇനി നമുക്ക് ഇതും ആഡ് ചെയ്താലേ നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുന്നതിലേ ഉള്ളൂ. അപ്പം 220 പ്ലസ് 135 പ്ലസ് 140 അതായിരിക്കും നമ്മളെ പെരിമീറ്റർ. ഓക്കെ, 220 പ്ലസ് 135 പ്ലസ് 140. 0 plus 5 plus 0, that is 5. Then 2 plus 3 plus 4. അപ്പൊ 5ലോട്ട് 4 ആഡ് ചെയ്യുമ്പോൾ 9. Then 2 plus 1 plus 1 which is equal to 4. അപ്പൊ നമ്മളെ ആൻസർ 495 എന്ത് വരും? നമ്മളെ ലെങ്ത് ഒക്കെ മീറ്ററിലാണ് അല്ലേ തന്നത്. സെന്റിമീറ്ററിലാണെങ്കിൽ നമ്മളെ ആൻസർ സെന്റിമീറ്റർ ആയിരിക്കും. മീറ്ററിലായതുകൊണ്ട് നമ്മളെ ആൻസർ മീറ്റർ ആയിരിക്കും. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 495 മീറ്റർ. അപ്പൊ നമ്മളെ എല്ലാ സൈഡ്സിന്റെ നമ്മളെ എല്ലാ ഫിഗേഴ്സിന്റെയും പെരിമീറ്റർ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മളെ റെക്ടാങ്കിൾ ആയിരുന്നു. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് 100 സെന്റിമീറ്ററിന് കിട്ടി. ദെൻ സെക്കൻഡ് നമുക്കൊരു സ്ക്വയർ ആയിരുന്നു. അവിടെയും നമ്മൾ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ എല്ലാ സൈഡ്സും ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 20 സെന്റിമീറ്ററിന് കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മളെ ഫിഗർ എന്തായിരുന്നു? ഒരു പ്ലസ് ഫിഗർ ആയിരുന്നു അല്ലെ. നമ്മളൊരു പ്ലസ് ഫിഗർ ആയിരുന്നു. അതിന്റെ പെരിമീറ്റർ നമുക്ക് എത്ര കിട്ടി? 28 സെന്റിമീറ്ററിന് കിട്ടി. എല്ലാ സൈഡ്സും ആഡ് ചെയ്തപ്പം 28 സെന്റിമീറ്ററിന് കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മളെ ഫിഗർ ഇങ്ങനെയുള്ളൊരു ഫിഗർ ആയിരുന്നു അല്ലെ. ഇവിടെയും നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 495 മീറ്ററിന് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, so how will you find the perimeter of any closed figure made up entirely of line segment? അപ്പം ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയാം. അപ്പൊ ലൈൻ സെഗ്മെന്റ് കൊണ്ടല്ലേ നമ്മള് ഫിഗേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് അല്ലെ. ഇപ്പൊ ഇത് റെക്ടാങ്കിൾ ആണെങ്കിൽ 4 ലൈൻ സെഗ്മെന്റ് വെച്ചിട്ടാണ്. സ്ക്വയർ ആണെങ്കിലും 4 ലൈൻ സെഗ്മെന്റ് വെച്ചിട്ടാണ്. ട്രയാങ്കിൾ ആണെങ്കിൽ 3 ലൈൻ സെഗ്മെന്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലോസ്ഡ് ഫിഗറുമായി ആണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു ഫിഗർ. അതിന്റെ പെരിമീറ്റർ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. അപ്പം ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് എൻറ്റയർലി ഓഫ് ലൈൻ സെഗ്മെന്റ്. അങ്ങനത്തെ ഒരു ഫിഗേഴ്സിന്റെ പെരിമീറ്റർ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും? ഫൈൻഡ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ഓൾ ദ സൈഡ്സ്. എല്ലാ സൈഡ്സിന്റെയും നമ്മൾ ആ ഒരു ഫിഗറിന് എത്ര സൈഡ്സ് ഉണ്ടോ ആ ഒരു സൈഡ്സിന്റെ എല്ലാ സൈഡ്സിന്റെയും നമ്മൾ എന്ത് കാണണം? സമ്മ് കാണണം. ഓക്കെ, വിച്ച് ആർ ലൈൻ സെഗ്മെന്റ്സ്. ലൈൻ സെഗ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ സർക്കിൾ ആണെങ്കിൽ നമുക്ക് കഴിയോ? ഇത് ലൈൻ സെഗ്മെന്റ് കൊണ്ടാണോ? അല്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ ലൈൻ സെഗ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മളെ ഈ ഒരു ഷേപ്പ് ഉള്ളത്. അപ്പൊ ലൈൻ സെഗ്മെന്റ് വെച്ചിട്ടുള്ള ഫിഗേഴ്സിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. സം ഓഫ് ദ ലെങ്ത് ഓഫ് ഓൾ ദ സൈഡ്സ്. എല്ലാ സൈഡ്സിന്റെയും ലെങ്തിന്റെ സമ്മ്. ഓക്കെ, അപ്പം ഡൗട്ട് അടിക്കരുത്. ഏതൊരു ഫിഗർ തന്നാലും അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാന് നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. ക്ലിയർ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫിഗറിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ പറ്റുക. ദെൻ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. ഇത് നമ്മൾ പറഞ്ഞു ഏതൊരു ഷേപ്പ് ആണെങ്കിലും അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കിൾ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുക? എല്ലാ സൈഡ്സും ആഡ് ചെയ്യും. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
കൺസിഡർ എ റെക്ടാങ്കിൾ ABCD. ഇവിടെ നമുക്കൊരു റെക്ടാങ്കിൾ ഉണ്ട്. റെക്ടാങ്കിൾ ഏതാ? ABCD എന്ന് പറഞ്ഞ റെക്ടാങ്കിൾ ആണ്. whose length and breadth are 15 cm and 9 cm respectively. അപ്പൊ ലെങ്ത് 15 cm ആണ്, അതുപോലെ ബ്രെഡ്ത്ത് എത്രയാ? 9 cm ആണ്. നമുക്കറിയാം റെക്ടാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ AB-യും DC-യും ആണ് ഈക്വൽ. അത് രണ്ടും ലെങ്ത് ആണ്. ലെങ്ത് എത്രയാ? 15 cm. അപ്പൊ ഇത് രണ്ടും 15 cm. അതുപോലെ ബ്രെഡ്ത്ത് രണ്ടെണ്ണം ഉണ്ടാവും അല്ലെ? ഓപ്പോസിറ്റ് AD-യും BC-യും. അപ്പം രണ്ടും 9 cm. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ? ഒന്നും നോക്കാനില്ല, നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാല് എല്ലാ സൈഡ്സും ആഡ് ചെയ്യാ. അപ്പം പെരിമീറ്റർ ഈസ് ഈക്വൽ ടു AB പ്ലസ് എന്ത് വരും? BC പ്ലസ് CD പ്ലസ് AD. എല്ലാ സൈഡ്സും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് പെരിമീറ്റർ കിട്ടും. സോ വാട്ട് ഈസ് AB? AB എന്താ? 15 cm പ്ലസ് BC എന്താ? BC 9 cm പ്ലസ് CD എന്താ? 15 cm പ്ലസ് AD എന്ത് വരും? 9 cm. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെങ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം 15ലോട്ട് 15ഉം 15ഉം എത്രയാ? 30 പ്ലസ് 9ഉം 9ഉം എത്ര വരും? 9ഉം 9ഉം 18. അപ്പൊ നമ്മൾ ചെയ്യുമ്പം 30 പ്ലസ് 18. വാട്ട് ഈസ് 30 പ്ലസ് 18? 48 സെന്റിമീറ്റർ. അപ്പം നമുക്ക് ആഡ് ചെയ്യാനായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാ? ഏതെങ്കിലും നമ്പേഴ്സ്, ഏത് നമ്പേഴ്സ് ആഡ് ചെയ്താലും മതി. ഒന്നെങ്കിൽ 15ഉം 9ഉം ആഡ് ചെയ്യുക, എന്നിട്ട് അതിലോട്ട് അഗെയിൻ 15ഉം 9ഉം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 15ഉം 15ഉം ആഡ് ചെയ്യുക, എന്നിട്ട് 9ഉം 9ഉം ആഡ് ചെയ്യാനും നമുക്ക് ഓർഡർ ഒന്നുമില്ല അല്ലെ? ഏത് ഓർഡറിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ 48 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടിയത്. ബട്ട് നമുക്ക് ഇതിനൊരു ഫോർമുല ഉണ്ട്, അതെന്താന്ന് നോക്കാം. അപ്പൊ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാല് എന്തെന്ന് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലെ? രണ്ട് ലെങ്ത്തും രണ്ട് ബ്രെഡ്ത്തും ആണ് നമ്മളെ റെക്ടാങ്കിളിനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ നമുക്ക് ലെങ്ത്തുകളൊക്കെ ഒരുമിച്ചും ബ്രെഡ്ത്തും ഒക്കെ ഒരുമിച്ചും ആക്കി നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫോർമുല കിട്ടും. അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മളെ AB പ്ലസ് നമുക്കറിയാം ലെങ്ത് ഈക്വൽ ആണ്, ബ്രെഡ്ത്തും ഈക്വൽ ആണ് അല്ലെ? ലെങ്ത് രണ്ടും നമുക്ക് എന്താണ്? 15 ആണ്. അപ്പൊ ഇവിടെ നമ്മളെ ലെങ്ത് AB ഈസ് ഈക്വൽ ടു നമ്മൾ അടുത്ത ലെങ്ത് ഏതാ? CD. AB-യും CD-യും ഈക്വൽ ആണ്, അത് രണ്ടും 15 സെന്റിമീറ്റർ ആണ്. അതുപോലെ ബ്രെഡ്ത്ത് രണ്ടും ഈക്വൽ അല്ലേ? എന്താണ്? AD is equal to BC which is equal to 9 centimeter. അപ്പൊ നമ്മളെ ലെങ്ത് രണ്ടും ഈക്വൽ ആയിരിക്കും, നമ്മളെ ബ്രെഡ്ത്ത് രണ്ടും ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ദിസ് ഈസ് എ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ നമ്മളെ പെരിമീറ്റർ AB പ്ലസ് BC പ്ലസ് CD പ്ലസ് AD. അപ്പം AB പ്ലസ് ബി നമുക്ക് ഈ CD എന്തിന് ഈക്വൽ ആണ്? ABക്ക് ഈക്വൽ അല്ലേ? അപ്പൊ ഈ CDന്റെ പ്ലേസിൽ നമുക്ക് AB എന്ന് എഴുതിക്കൂടെ? പ്ലസ് ഇനി ഈ BC പ്ലസ് ഈ AD എന്തിന് ഈക്വൽ ആണ്? BCക്ക് ഈക്വൽ അല്ലേ? അപ്പൊ അവിടെ BC. അപ്പൊ രണ്ട് AB-യും രണ്ട് BC-യും ആഡ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടില്ലേ? യെസ്, കാരണം AB-യും DC-യും ഈക്വൽ ആണ്. അപ്പൊ ഈ DC-ക്ക് പകരവും നമ്മൾ എന്ത് ചെയ്തു? AB എന്ന് എഴുതി. അതുപോലെ AD-യും BC-യും ഈക്വൽ ആണ്. അപ്പൊ AD-ക്ക് പകരം നമ്മൾ എന്ത് എഴുതി? BC എന്ന് എഴുതി. ഓക്കെ, അപ്പം AB പ്ലസ് AB എന്താ? AB പ്ലസ് AB നമുക്കറിയാം x പ്ലസ് x എന്താ? 2x ആണ് അല്ലെ? 2x നമ്മൾ ആഡ് ചെയ്തു. അപ്പം AB പ്ലസ് AB എന്ന് പറഞ്ഞാല് 2 AB ആഡ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 2AB പ്ലസ് ഇനി BC പ്ലസ് BC എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2BC. അപ്പൊ രണ്ടിലും 2 ഇല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ 2 അങ്ങോട്ട് ഔട്ട് സൈഡിലോട്ട് എടുത്തു. എന്നിട്ട് ബ്രാക്കറ്റില് AB പ്ലസ് BC, AB പ്ലസ് BC.
ഓക്കെ, അപ്പൊ 2 ഇൻറ്റു AB പ്ലസ് BC ചെയ്താൽ നമുക്ക് നമ്മളെ പെരിമീറ്റർ കിട്ടും. AB എന്താ? നമ്മളെ ലെങ്ത് ആണ്. BC എന്താ? നമ്മളെ ബ്രെഡ്ത്ത് ആണ്. അത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിനോട്ട് നമ്മളെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മളെ എന്ത് കിട്ടും? പെരിമീറ്റർ. സോ 2 ഇൻറ്റു വാട്ട് ഈസ് AB? 15 സെന്റിമീറ്റർ പ്ലസ് വാട്ട് ഈസ് BC? 9 സെന്റിമീറ്റർ. അപ്പൊ 15ഉം 9ഉം ആഡ് ചെയ്യുക, എന്നിട്ട് അതിലോട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 15 പ്ലസ് 9 എന്ത് വരും? 16, 17, 18, 19, 20, 21, 22, 23, 24 എന്ന് വരും. അപ്പൊ 24 ഇൻറ്റു 2 ചെയ്താൽ നമ്മളെ ആൻസർ കിട്ടും. സോ 24 ഇൻറ്റു 2 എത്രയാ? 24 into 2. 4 2s are 8, 2 2s are 4. So our answer is 48 centimeter. അപ്പൊ ഈ സെയിം 48 സെന്റിമീറ്റർ പെരിമീറ്റർ തന്നെയല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത്? യെസ്. അപ്പൊ നമുക്ക് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ചോദിച്ചാൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഈ ഒരു ഫോർമുല 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ചെയ്താലും നമ്മളെ ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ ഇനി മുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ ഫോർമുലയാണ്. എല്ലാ സൈഡ്സും ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് അതിലോട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇനി പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, എങ്ങനെ ചെയ്താലും നമ്മളെ ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്തിന് പകരം ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. എന്താണ്? 2 ഇൻറ്റു നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ നമ്മളെ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യുക, എന്നിട്ട് അതിലോട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് ബി. അപ്പൊ ഒരിക്കലും മറക്കരുത്, ഇത് നമുക്ക് ഹയർ ക്ലാസ്സസിലൊക്കെ ആവശ്യമുള്ളതാണ്. നമ്മളെ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താ? 2 ഇൻറ്റു L പ്ലസ് ബി. ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തരും. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യാം, എന്നിട്ട് അതിലോട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. അത് അപ്പൊ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു L പ്ലസ് ബി. അത് എന്തിനും ഈക്വൽ ആണ്? എല്ലാ സൈഡ്സും ആഡ് ചെയ്യുന്നതിനും ഈക്വൽ ആണ്. അപ്പൊ മാറിപ്പോയരുത്, നമ്മളെ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുലയാണ് 2 ഇൻറ്റു L പ്ലസ് ബി. 2 ഇൻറ്റു L പ്ലസ് ബി. ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യാം, എന്നിട്ട് അതിലോട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു അല്ലെ? നമ്മൾ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. What is your first question? Shabana wants to put a lace border all around a rectangular table cover. അപ്പോൾ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന് ഒരു കവറും ഉണ്ട്. അപ്പൊ റെക്ടാങ്കുലർ ഷേപ്പുള്ള ടേബിളിന്റെ കവറിൽ ഷബാനക്ക് എന്ത് ചെയ്യണം? ഒരു ലേസ് ബോർഡർ പുട്ട് ചെയ്യണം. ഓക്കെ, 3 മീറ്റർ ലോങ് ആൻഡ് 2 മീറ്റർ വൈഡ് ആണ്. അപ്പൊ ആ റെക്ടാങ്കുലർ ഷേപ്പുള്ള ആ ഒരു ടേബിൾ കവർ എത്രയാ? അതിന്റെ ലോങ് എന്ന് പറഞ്ഞാല് ലെങ്ത് അല്ലെ? ലെങ്ത് ഈസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 3 മീറ്റർ. ദെൻ നമുക്ക് വൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെഡ്ത്ത് ആണ് വൈഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. സോ വാട്ട്സ് അവർ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലേസ് റിക്വയർഡ് ബൈ ഷബാന. അപ്പം നമ്മളെ ലേസിന്റെ ലെങ്ത് ആണ് ചോദിച്ചത്. അപ്പൊ ഷബാനക്ക് ഈ ഒരു ടേബിളില് എന്താണ്? ലേസ് ബോർഡർ, ഈ ഒരു ടേബിൾ കവറിന് ഫുള്ള് ലേസ് ബോർഡർ ഇടണം. അപ്പൊ നമുക്ക് ബോർഡർ എന്ന് പറയുമ്പം അതിന്റെ ഒരു ബൗണ്ടറി അല്ലെ? അപ്പൊ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പെരിമീറ്റർ അല്ലേ ഫൈൻഡ് ചെയ്യുക. അപ്പൊ അത് മാറിപ്പോരുത്. അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കണം, പെരിമീറ്റർ ആണോ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ബോർഡർ ആണ് ഷബാന നോക്കുന്നത്. അപ്പൊ ടേബിൾ കവറിൽ എന്താണ്? ലേസ് ബോർഡർ പുട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എന്താണ്? ലെങ്ത് തന്നിട്ടുണ്ട് 3 മീറ്റർ, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ. അപ്പം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലേസ് റിക്വയർഡ് ബൈ ഷബാന. അപ്പൊ ആ ഒരു ലേസ് ബോർഡറിന്റെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചത്, ലേസിന്റെ ലെങ്ത്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടേബിളിന്റെ ആ ഒരു കവറിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ലേസിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്തൂടെ? നമ്മൾ എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ ഫൈൻഡ് ചെയ്താൽ മതി. ഇതൊരു എന്താണ്, ഈ ടേബിൾ റെക്ടാങ്കുലർ ടേബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് തന്നത്. വി വാണ്ട് ടു ഫൈൻഡ് ദ പെരിമീറ്റർ. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യല്ലേ ഇനി ചെയ്യാം. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക. ഏതിന്റെ പെരിമീറ്റർ? റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. ഇവിടെ നമ്മളെ ഷേപ്പ് റെക്ടാങ്കുലർ ടേബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 2 into വാട്ട്സ് അവർ ലെങ്ത് 3 പ്ലസ് വാട്ട് ഈസ് അവർ ബ്രെഡ്ത്ത് 2. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിലുള്ളതായിരിക്കണം ചെയ്യുക. അപ്പൊ 2 into വാട്ട് ഈസ് 3 plus 2? ഇറ്റ് ഈസ് 5. അപ്പം 2 into 5, ഈ ബ്രാക്കറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ 2 into 5 ഈസ് ഈക്വൽ ടു 10. നമ്മളെ മീറ്റർ ആണ് അല്ലേ തന്നത് യൂണിറ്റ്. അപ്പൊ നമ്മളെ ആൻസറും മീറ്ററിലായിരിക്കണം. സോ അവർ ആൻസർ ഈസ് 10 meter. ഓക്കെ, അപ്പം ലെങ്ത് ഓഫ് ദ ലേസ് റിക്വയർഡ് ബൈ ഷബാന ഈസ് ഈക്വൽ ടു 10 meter. അപ്പൊ 10 meter ഉള്ള എന്താണ് ലേസ് ആണ് ഷബാനക്ക് വേണ്ടത്. അപ്പൊ ലെങ്ത് ഓഫ് ദ ലേസ് റിക്വയർഡ് ബൈ ഷബാന ഈസ് ഈക്വൽ ടു 10 meter. അപ്പൊ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല, അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ലെങ്ത് 2 3, ബ്രെഡ്ത്ത് 2 2. അപ്പൊ ഇതൊക്കെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 3 plus 2 plus 3 plus 2 എന്ന് വരും. 5 plus 5 which is equal to 10 meter. അങ്ങനെയും നമുക്ക് ഫൈൻഡ് ചെയ്യാം. ബട്ട് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനുള്ളത് എന്താ? 2 into L plus B. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ലെങ്ത് ഓഫ് ദ ലേസ് റിക്വയർഡ് ബൈ ഷബാന ഈസ് ഈക്വൽ ടു വാട്ട്? 10 meter. അപ്പൊ നമുക്ക് 10 meter ആണ് കിട്ടിയത്. സിമ്പിൾ ആണ് അല്ലേ? Then what is the next question? An athlete takes 10 rounds of a rectangular park. അപ്പൊ റെക്ടാങ്കുലർ പാർക്ക് ആണ്. ഓക്കെ, ഇതൊരു റെക്ടാങ്കുലർ പാർക്ക് ആണ്. അപ്പൊ ആ അത്ലറ്റിന് എന്താണ് 10 റൗണ്ട് ഇത് ഫുൾ ഓടണം. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ എൻഡ് ചെയ്യുമ്പോൾ ഒരു റൗണ്ട്, ദെൻ സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്, അങ്ങനെ ഈ ഒരു റെക്ടാങ്കുലർ ഫീൽഡ് റെക്ടാങ്കുലർ പാർക്ക് എന്താണ് 10 റൗണ്ട് എന്ത് ചെയ്യണം? ആ ഒരു അത്ലറ്റിന് റൗണ്ട് 10 റൗണ്ട് എടുക്കണം. ഓക്കെ, അപ്പൊ എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? 50 meter ലോങ് ആൻഡ് 25 meter വൈഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാ തന്നത്? ലെങ്ത് 50 meter ആണ് അല്ലെ? അപ്പൊ 50 meter, ദെൻ ബ്രെഡ്ത്ത് 25 meter. അപ്പൊ ആ അത്ലറ്റിന് ഒരു റൗണ്ട് ഓടിയാൽ മതിയോ? അല്ല, 10 റൗണ്ട് ഓടണം. ഓക്കെ, അപ്പം 25 മീറ്ററും 50 മീറ്ററും ആണ് തന്നത്, ലെങ്ത്തും ബ്രെഡ്ത്തും. ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം. അപ്പൊ ആ ഒരു അത്ലറ്റ് എടുക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്ക് തന്നത് ഒരു റെക്ടാങ്കുലർ പാർക്കാണ്. ആ റെക്ടാങ്കുലർ പാർക്കിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു റെക്ടാങ്കുലർ പാർക്കിന്റെ ബൗണ്ടറി ഇത് ഫൈൻഡ് ചെയ്താൽ നമുക്ക് ഒരു റൗണ്ട് കിട്ടില്ലേ? അത് ഫൈൻഡ് ചെയ്യാൻ മീൻസ് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യലല്ലേ? അപ്പം നമുക്ക് ഒരു റൗണ്ട് എന്താണ് 2 into L plus B. ബട്ട് ആ അത്ലറ്റ് ഒരു റൗണ്ട് മാത്രമാണ് ഓടുന്നത്? അല്ല, 10 റൗണ്ട് ഓടുന്നുണ്ട്. അപ്പൊ നമ്മൾ 1ന്റെ ഫൈൻഡ് ചെയ്താൽ നമ്മൾ 10ന്റെ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമ്മൾ ആൻസറിന് into 10 ചെയ്യാം. അപ്പൊ നമ്മൾക്ക് 10 റൗണ്ടിന്റെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ലെങ്ത് ഈസ് ഈക്വൽ ടു, ലെങ്ത് എത്രയാ തന്നത്? എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ ബ്രെഡ്ത്തിനേക്കാളും വലുത് എപ്പോഴും ലെങ്ത് ആയിരിക്കും. ഓക്കെ, അങ്ങനെയല്ലേ? അപ്പൊ ലെങ്ത് 50 മീറ്റർ ആണ് തന്നത്. അതുപോലെ ബ്രെഡ്ത്ത് എന്ത് തന്നിട്ടുണ്ട്? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 25 മീറ്റർ. ഓക്കെ, അപ്പം ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം അതെന്താണ് പെരിമീറ്റർ ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. കാരണം നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം. അപ്പൊ നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെത് ഇതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്താൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ 10 റൗണ്ടിൻ്റെത് ആ നമ്മളെ പെരിമീറ്റർ ഇൻറ്റു 10 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ലെങ്ത്
നമുക്ക് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്താ, വാട്ട്സ് ദ ഫോർമുല? 2 into L plus B which is equal to 2 into നമ്മളെ ലെങ്ത് എത്രയാ? 50 meter പ്ലസ് വാട്ട്സ് അവർ ബ്രെഡ്ത്ത് എത്രയാ? 25 meter which is equal to 2 into what is 50 plus 25? 75. ഓക്കെ, അപ്പൊ നമുക്ക് 2 into 75 ചെയ്താൽ നമ്മളെ എന്ത് കിട്ടും? ആൻസർ ആണോ കിട്ടുക? അല്ല, നമ്മളെ പെരിമീറ്റർ കിട്ടും. പെരിമീറ്റർ കിട്ടിയിട്ട് അപ്പൊ എന്താണ്? ആ ഒരു അത്ലറ്റ് 1 റൗണ്ടിൻ്റെതാണ് നമ്മളെ പെരിമീറ്റർ. അപ്പൊ 10 റൗണ്ട് ആണെങ്കിൽ ഇൻറ്റു 10 ചെയ്യണം. ഓക്കെ, അപ്പൊ 75 into 2 എത്രയാ? 150 എന്ന് കിട്ടി. അപ്പൊ 150 മീറ്റർ ആണ് ഒരു റൗണ്ട്. 150 മീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു റൗണ്ട് എത്രയാ? 150 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം ഈസ് ഈക്വൽ ടു എന്ത് വരും? 10 റൗണ്ട് അല്ലേ നമ്മളോട് പറഞ്ഞേ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 10 റൗണ്ട് എന്ന് പറയുമ്പോ എന്താ? എന്ത് വരും? 150 into 10 which is equal to 1500 meter. അപ്പൊ ആ ഒരു അത്ലറ്റ് 1500 മീറ്റർ റൺ ചെയ്യണം ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള പാർക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക. 10 റൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുമ്പോൾ ഒരു റൗണ്ടിൻ്റെതാണ് കിട്ടുക. അപ്പൊ 10 റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസറിനെ ഇൻറ്റു 10 ചെയ്യണം. ഓക്കെ, അപ്പം പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into L plus B which is equal to 2 into 50 plus 25 which is equal to 2 into 75 that is 150 meter. അപ്പൊ നമ്മുടെ പെരിമീറ്റർ നമുക്ക് 150 മീറ്റർ കിട്ടി. Therefore total distance covered by him is equal to 10 റൗണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 5 റൗണ്ട് ആണ് പറഞ്ഞതെങ്കിൽ നമ്മളെ ആൻസറിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 150 into 10 into 10 എന്ന് പറയുമ്പം 1 0 ആണുള്ളത്. അപ്പൊ നമ്മള് ഇതിൽ ഒരു 0 കൂടെ ചെയ്യും. അപ്പൊ 1500 മീറ്റർ എന്ന് വരും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം ഈസ് ഈക്വൽ ടു 1500 മീറ്റർ. ഓക്കെ, the next question, find the perimeter of a rectangle whose length and breadth are 150 centimeter and 1 meter respectively. അപ്പൊ നമ്മളോട് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ നമ്മളെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, we want to find the perimeter of a rectangle. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. whose length and breadth, ലെങ്ത് തന്നിട്ടുണ്ട് 150 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 1 മീറ്റർ. ഓക്കെ, 150 സെന്റിമീറ്റർ ആണ് ലെങ്ത്, ബ്രെഡ്ത്ത് എത്രയാ? 1 മീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മളെ യൂണിറ്റ്സ് ഒക്കെ സെയിം ആണോ നോക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ഒന്നെങ്കിൽ 2 സെന്റിമീറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ 2 മീറ്ററിലായിരിക്കണം. ബട്ട് ഇവിടെ നമുക്ക് ലെങ്ത് സെന്റിമീറ്ററിലാണ് തന്നത്, ബട്ട് ബ്രെഡ്ത്ത് നമുക്ക് എന്തിലാ തന്നത്? മീറ്ററിലാണ് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 2 ഒന്നെങ്കിൽ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 2 മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 1 മീറ്ററിന് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തൂടെ? വാട്ട് ഈസ് 1 മീറ്റർ? വി നോ ദാറ്റ് 1 മീറ്റർ ഈസ് ഈക്വൽ to 100 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ബ്രെഡ്ത്ത് 1 മീറ്ററിന് നമുക്ക് 100 സെന്റിമീറ്ററിന് എഴുതി കൂടെ? യെസ്. അപ്പൊ രണ്ടും സെയിം യൂണിറ്റ് ആയില്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്ററിലായി. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം യൂണിറ്റിലാണോ എന്ന് നോക്കണം. അപ്പൊ 2 സെന്റിമീറ്ററിലാക്കണം. അപ്പൊ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനില് 1 സെന്റിമീറ്ററും 1 മീറ്ററും ആണ്. അപ്പൊ മീറ്ററിനെ നമ്മള് സെന്റിമീറ്ററിലോട്ടാക്കി. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് എന്ത് കിട്ടി? 100 സെന്റിമീറ്ററിന് കിട്ടി. അപ്പം നമ്മളെ ലെങ്ത് 150 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 100 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്തെങ്കിലും കാണാനുണ്ടോ? യെസ്, വി വാണ്ട് ടു ഫൈൻഡ് ദ പെരിമീറ്റർ. നമുക്ക് പെരിമീറ്റർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into L plus B which is equal to എന്ത് വരും? 2 into L plus B, 2 into എന്ത് വരും? നമ്മളെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 150
പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് നമുക്ക് തന്നത് 1 മീറ്റർ ആണ്. ബട്ട് രണ്ടും സെന്റിമീറ്ററിൽ വേണം, അല്ലെങ്കിൽ രണ്ടും മീറ്ററിൽ വേണം. രണ്ടും സെയിം യൂണിറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മളെ ബ്രെഡ്ത്തിനെയും നമ്മൾ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തപ്പം നമുക്ക് 100 കിട്ടി. Okay, which is equal to 2 into what is 150 plus 100? 150 plus 100 എന്ന് പറയുമ്പം 250 എന്ന് കിട്ടി. So 2 into 250 എന്തായാലും 250 into 2 0, 5 into 2 10, 0, 2 into 2 4, 4 ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 5. So our answer is 500 centimeter. നമ്മൾ സെന്റിമീറ്ററിലാണ് ഫൈൻഡ് ചെയ്തത്. ഇനി ഈ സെന്റിമീറ്ററിന് മീറ്ററിലാണ് നമ്മൾ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ 500 സെന്റിമീറ്റർ എന്തായിരിക്കും? 5 മീറ്റർ ആയിരിക്കും. അപ്പം മീറ്ററിനെ ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് അത് സെന്റിമീറ്ററിലോട്ട് ആവുക. ഓക്കെ, അപ്പൊ 5 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടാക്കാൻ 5 into 100. ക്ലിയർ? അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഹൂസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ 150 സെന്റിമീറ്റർ ആൻഡ് 1 മീറ്റർ റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമ്മൾ പെട്ടെന്ന് എങ്ങനെ ചെയ്യും? 150 plus 1 into 2 അല്ലേ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യരുത്, നമ്മളെ യൂണിറ്റ് എപ്പോഴും സെയിം ആണോ നോക്കണം. അപ്പൊ 150 plus 100 ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ into 2 ചെയ്യുക. ഓക്കെ, അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ യൂണിറ്റ്സ്, നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം യൂണിറ്റിലാണോ തന്നത് എന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സെയിം യൂണിറ്റിലോട്ട് ആക്കുക. അപ്പൊ ഇവിടെ നമ്മൾ 1 മീറ്റർ ഉള്ളത് 100 സെന്റിമീറ്റർ ആക്കി. അപ്പൊ നമ്മളെ ലെങ്ത്തും ബ്രെഡ്ത്തും സെന്റിമീറ്ററിലോട്ടായി. ഇനി ഒന്നും നോക്കാനില്ല, നമ്മളെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക. എന്താ പെരിമീറ്റർ? 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ 2 into 150 plus 100 which is equal to 2 into 250 which is equal to 500 centimeter. That means 5 meter. 500 centimeter correct ആണ്, 5 meter correct ആണ്. Okay. Then what is the next question? എന്താ നമ്മളെ next question? A farmer has a rectangular field of length and breadth 240 meter and 180 meter respectively. അപ്പൊ നമ്മളെ ഫാമറിന് എന്തുണ്ട്? ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് 240 മീറ്റർ എന്നാണ് തന്നത്. ഓക്കെ, ദെൻ ബ്രെഡ്ത്ത് എത്രയാ തന്നത്? 180 മീറ്റർ ആണ് ബ്രെഡ്ത്ത്. 240 ആണ് ലെങ്ത്, 180 ആണ് നമ്മളെ ബ്രെഡ്ത്ത്. ഓക്കെ, ഹി വാണ്ട്സ് ടു ഫെൻസ് ഇറ്റ് വിത്ത് 3 rounds ഓഫ് റോപ്പ്. അപ്പൊ ആ ഒരു ഫാർമറിന് ആ ഒരു ഫീൽഡ് എന്ത് ചെയ്യണം? ഫെൻസ് ചെയ്യണം. എത്ര റൗണ്ട് റോപ്പ് വെച്ചിട്ടാ? 3 round റോപ്പ്. അതാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ തന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതാണ് നമ്മളെ റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഫീൽഡ്. അപ്പൊ ഫാർമറിന് അതെന്ത് ചെയ്യണം? 3 round ഫെൻസ് ചെയ്യണം, 3 round റോപ്പ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ 3 round ആണ് ഫെൻസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് റോപ്പ് ഹി മസ്റ്റ് യൂസ്? അപ്പൊ ആ ഒരു റോപ്പിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? അപ്പം നമ്മളെ സ്ഥലത്ത് ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഫീൽഡ് ഉണ്ട്. അതിന് നമ്മൾ ഒരു റോപ്പ് കൊണ്ട് ഫെൻസ് ചെയ്തു. അപ്പൊ അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്താൽ പോരെ? നമ്മൾ അതിന്റെ ഒരു ബോർഡർ അല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാം. ബട്ട് ഇവിടെ 3 round ഓഫ് റോപ്പ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മളെ പെരിമീറ്ററിന് എന്ത് ചെയ്യണം? into 3 ചെയ്യണം. ഒരു റൗണ്ട് ആണെങ്കിൽ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക, 3 round ആണെങ്കിൽ പെരിമീറ്ററിനെ into 3 ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു ഫീൽഡ് ഇതാണ്. നമ്മളെ ലെങ്ത് എത്രയാ തന്നെ? 2 മീറ്ററിലാണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മളെ യൂണിറ്റ് ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ലെങ്ത് ഈസ് ഈക്വൽ ടു 240 മീറ്റർ, breadth is equal to 180 meter. Now we want to find the perimeter of this rectangular field. So perimeter is equal to 2 into length plus breadth. That is 2 into what is our length? It is 240 plus what is our breadth? It is 180. അപ്പൊ ഈ 240യും 180യും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ആദ്യം നമ്മൾ എപ്പോഴും ബ്രാക്കറ്റിലുള്ളതായിരിക്കണം ചെയ്യുക. അപ്പൊ 240 പ്ലസ് 180, 0, 12, 4. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 420 കിട്ടി.
അപ്പം 2 into 420. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 420നെ ഇൻറ്റു 2 ചെയ്യണം അല്ലെ? അപ്പൊ 420 into 2, 0, 2 2s are 4, 4 2s are 8. അപ്പൊ എത്ര കിട്ടി? 840 എന്ന് കിട്ടി. അപ്പൊ 840 മീറ്റർ ആണ് നമ്മളെ പെരിമീറ്റർ. ഇതാണോ നമ്മളെ ആൻസർ? പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനാണോ? അല്ല. അപ്പം നമ്മളെ റെക്ടാങ്കുലർ ഫീൽഡ് നമുക്ക് 3 റൗണ്ട് റോപ്പ് വെച്ചിട്ടാണ് ഫെൻസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം നമുക്ക് ഇൻറ്റു 3 ചെയ്യേണ്ടത് നമ്മളെ പെരിമീറ്ററിന്. യെസ്. അപ്പം നമ്മളെ ടോട്ടൽ ലെങ്ത് ഓഫ് റോപ്പ് എന്ത് വരും? ടോട്ടൽ ലെങ്ത് ഓഫ് റോപ്പ് ഈസ് ഈക്വൽ ടു എത്ര ലെങ്ത് ഉള്ള റോപ്പാ വേണ്ടിയത്? എന്താണ്? 840 ആണ് അല്ലെ പെരിമീറ്റർ. അപ്പം 3 റൗണ്ട് ആയതുകൊണ്ട് 840 into 3 ചെയ്യണം. ഓക്കെ, 840 into 3 ചെയ്താലേ നമ്മളെ ആൻസർ കിട്ടുള്ളൂ. കാരണം 3 റൗണ്ട് ആണ് നമ്മൾ ആ റോപ്പ് കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 840 into 3, 0, 4 into 3 12, then 8 3s are 24, 24ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 25. അപ്പം 2520 മീറ്റർ ആണ്, മീറ്റർ ഉള്ള ഒരു റോപ്പാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാട്ട്സ് അവർ ക്വസ്റ്റ്യൻ? ഒരു ഫാമർ ഉണ്ട്, ആ ഫാമറിന് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫീൽഡ് ഉണ്ട്. അപ്പൊ ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഫീൽഡിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. 240 മീറ്ററും 180 മീറ്ററും. അപ്പം ഹി വാണ്ട്സ് ടു ഫെൻസ് ഇറ്റ് വിത്ത് 3 റൗണ്ട്സ് ഓഫ് റോപ്പ്. അപ്പൊ ആ ഒരു ഫാർമറിന് എന്ത് ചെയ്യണം? 3 റൗണ്ട് ഓഫ് റോപ്പ് വെച്ചിട്ട് ആ ഒരു റെക്ടാങ്കുലർ ഫീൽഡ് ഫെൻസ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്തത്? നമ്മളോട് ചോദിച്ചത് വാട്ട്സ് അവർ ക്വസ്റ്റ്യൻ? ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ്. ആ ഒരു ഫാമർ യൂസ് ചെയ്യുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ്, റോപ്പിന്റെ ടോട്ടൽ ലെങ്ത് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെരിമീറ്റർ കാണുക. ബോർഡർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യാ? പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. സോ 2 into എന്ത് വരും? 420 എന്ന് വരും. അപ്പൊ 2 into 420 എത്രയാ? 840 മീറ്റർ. പിന്നെ നമ്മളോട് ലെങ്ത് ഓഫ് ദ റോപ്പ് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾക്ക് 3 റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ പെരിമീറ്ററിനെ ഇൻറ്റു 3 ചെയ്യണം. സോ 840 into 3 എന്ന് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0, 4 into 3 12, 1, then 8 3s are 24, 24ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 25. സോ നമുക്ക് എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് ഈസ് ഈക്വൽ ടു 2520 മീറ്റർ. അപ്പൊ നമ്മൾ ഒരിക്കലും പെരിമീറ്റർ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മളെ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 3 റൗണ്ട് പറഞ്ഞത് കൊണ്ട് നമുക്ക് നമ്മളെ പെരിമീറ്ററിനെ എന്ത് ചെയ്യണം? ഇൻറ്റു 3 ചെയ്യണം. ഓക്കെ, അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് 2520 മീറ്റർ ആണ്. Then what's the next question? Next നമ്മളോട് എന്താ ചോദിച്ചത്? Find the cost of fencing a rectangular park. അപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പാർക്ക് ഉണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? അതിന്റെ കോസ്റ്റ് ഓഫ് ഫെൻസിങ്, അതിന്റെ നമുക്ക് ഫെൻസ് ചെയ്യണം. അപ്പൊ അതിന്റെ കോസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ അതിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് 250 മീറ്റർ ആണ് തന്നത്. അതുപോലെ ബ്രെഡ്ത്ത് എത്രയാ തന്നത്? 175 മീറ്റർ. അറ്റ് ദ റേറ്റ് ഓഫ് ₹12 per meter. അപ്പൊ 1 മീറ്ററിന് എത്ര കോസ്റ്റ് തന്നത്? 12 മീറ്റർ ആണ് തന്നത്. 1 മീറ്ററിന് 12 rupees ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള പാർക്ക് ഫെൻസ് ചെയ്യാൻ നമുക്ക് എത്രയായിരിക്കും കോസ്റ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാം. അപ്പം പെരിമീറ്റർ നമുക്ക് മീറ്ററിലല്ലേ കിട്ടുക. അപ്പൊ 1 മീറ്ററിന് ₹12 ആണെങ്കിൽ നമ്മളെ പെരിമീറ്റർ എത്ര മീറ്റർ ആ നോക്കുക. അപ്പൊ അതിനെ ഇൻറ്റു 12 ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ലെങ്ത് ഈസ് ഈക്വൽ ടു 250 മീറ്റർ, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 175 മീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into length plus breadth, which is equal to 2 into what is our length? Length is 250.
plus what is our breadth? Breadth is 175. 175. Okay. അപ്പൊ 250 plus 175 ചെയ്യണം ആദ്യം. അപ്പൊ നമുക്ക് 250 plus 175 ചെയ്യാം. So what is 0 plus 5? It is 5. Then 7 plus 5 എന്ത് വരും? 8, 9, 10, 11, 12 എന്ന് വരും. 12, 1, 4. അപ്പൊ 425 എന്ന് കിട്ടി. അപ്പൊ 2 into 425. അപ്പൊ 425 into 2 ചെയ്താലേ നമുക്ക് നമ്മളെ പെരിമീറ്റർ കിട്ടുള്ളൂ. അപ്പൊ 425 into 2. 5 2s are 10. 2 2s are 4. 4 ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 5. 4 2s are 8. അപ്പം 850 എന്ന് കിട്ടി. സോ 850 ആണ് നമ്മളെ പെരിമീറ്റർ. 850 മീറ്റർ. അപ്പൊ 850 മീറ്റർ വേണം എന്തിന്? ഈ ഒരു റെക്ടാങ്കുലർ പാർക്ക് നമുക്ക് ഫെൻസ് ചെയ്യാൻ. അപ്പൊ കോസ്റ്റ് ഇല്ലേ നമ്മളോട് ചോദിച്ചേ? അപ്പൊ നമ്മളെ കോസ്റ്റ് എന്ത് വരും? 1 മീറ്റർ പെർ മീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ 1 മീറ്ററിന് ₹12 ആണെങ്കിൽ 850 മീറ്ററിന് എത്ര റുപ്പീസ് ആയിരിക്കും? നമുക്ക് 850 മീറ്ററിന് എന്ത് വരും? 850 into 12 അല്ലേ? 850 into 12. 1 മീറ്ററിന് ₹12 ആണ്. അങ്ങനെയാണെങ്കിൽ 850 മീറ്ററിന് എത്ര റുപ്പീസ് വരും? 850 into 12 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കോസ്റ്റ് കിട്ടുള്ളൂ. സോ 850 into 12. 0 into 2 0. 5 2s are 10. 8 2s are 16. 16 ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 17. 100 155 188. 0 0 7 ലോട്ട് 5 ആഡ് ചെയ്യുമ്പം 12 1. അപ്പൊ എത്രയാണ് നമ്മളെ ആൻസർ? 10,200 rupees. ഓക്കെ, 10,200 rupees. 10,200 rupees വേണം നമുക്ക് നമ്മളെ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പാർക്ക് ഫെൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. ഒരു റെക്ടാങ്കുലർ പാർക്ക് ഉണ്ട്. ആ ഒരു റെക്ടാങ്കുലർ പാർക്ക് നമുക്ക് ഫെൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ കോസ്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മളെ റെക്ടാങ്കുലർ പാർക്കിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു 1 മീറ്ററിന് ₹12 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാം. പെരിമീറ്റർ ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 850 മീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ ഈ ഒരു റെക്ടാങ്കുലർ പാർക്ക് ഫെൻസ് ചെയ്യാൻ 850 മീറ്റർ ആണ് വേണ്ടത്. അപ്പൊ 1 മീറ്ററിന് ₹12 ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 850 മീറ്ററിന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ 850 into 12 ചെയ്യാം. സോ ഇറ്റ് ഈസ് 10,200. അപ്പൊ ₹10,200 ആണ് നമ്മൾ ഈ ഒരു റെക്ടാങ്കുലർ പാർക്ക് ഫെൻസ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മളെ ടോട്ടൽ കോസ്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ 1 മീറ്ററിന് 12 ആയതുകൊണ്ട് നമ്മൾ 850 മീറ്ററിന് 850 into 12 ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തേ? നമ്മൾ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു അല്ലെ? പെരിമീറ്റർ എന്ന് പറഞ്ഞാല് നമുക്ക് ഏതൊരു ഷേപ്പ് തന്നാലും അതിന്റെ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും. ഇനി നമ്മൾ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെയാണ് ഫോർമുല വെച്ചത്? നമ്മളെ 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് നമ്മളെ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടും. അപ്പൊ ഏതൊരു ഷേപ്പ് തന്നാലും അതിന്റെ എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ മതി. അപ്പം റെക്ടാങ്കിളിൻ്റെതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അപ്പൊ അതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എന്ത് യൂസ് ചെയ്യാം? 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യാം, എന്നിട്ട് അതിലോട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത പാർട്ടിൽ വേറെ ഷേപ്സിന്റെ പെരിമീറ്റർ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, താങ്ക് യു.